വിശ്വാസ പോർക്കളത്തിൽ ഓട്ടമോടിടാൻ, വിശുദ്ധിയെ തികച്ചു ഓട്ടം തികയ്ക്കാൻ ബലം നൽകണേ, കൃപ നൽകണേ, ഏഴയ്ക്കെന്നും കൃപ നൽകണേ. ബലം നൽകണേ, കൃപ നൽകണേ, ഏഴയ്ക്കെന്നും കൃപ നൽകണേ. വിശ്വാസ പോർക്കളത്തിൽ ഓട്ടമോടിടാൻ, വിശുദ്ധിയെ തികച്ചു ഓട്ടം തികയ്ക്കാൻ ബലം നൽകണേ, കൃപ നൽകണേ, ഏഴയ്ക്കെന്നും കൃപ നൽകണേ. ബലം നൽകണേ, കൃപ നൽകണേ, ഏഴയ്ക്കെന്നും കൃപ നൽകണേ. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നീടിലും, യൗവനക്കാർ ഇടറിയിടിലും. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നീടിലും, യൗവനക്കാർ ഇടറിയിടിലും. യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കിയിടുമേ. യഹോവയെ കാത്തിരിക്കുന്നു, ശക്തിയെ പുതുക്കിയിടുമേ. വിശ്വാസ പോർക്കളത്തിൽ ഓട്ടമോടിടാൻ, വിശുദ്ധിയെ തികച്ചു ഓട്ടം തികയ്ക്കാൻ ബലം നൽകണേ, കൃപ നൽകണേ, ഏഴയ്ക്കെന്നും കൃപ നൽകണേ. ബലം നൽകണേ, കൃപ നൽകണേ, ഏഴയ്ക്കെന്നും കൃപ നൽകണേ. ബലം നൽകണേ, കൃപ നൽകണേ, ഏഴയ്ക്കെന്നും കൃപ നൽകണേ. ഹല്ലേലൂയ. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. വചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 20 മുതൽ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 7-ാം അധ്യായം 20-ാം വാക്യം മുതൽ ശ്രദ്ധിക്കുമ്പോൾ സ്വത്രം ആഴമേറിയ പുസ്തകം. ഓരോ പുസ്തകങ്ങളും ആഴമേറിയ തിരുവചനങ്ങളാണ്. ഓരോന്നും ധ്യാനിക്കും തോറും വർണ്ണിക്കാൻ എന്തില്ല, വാക്കുകളില്ല. അത്രയും ആഴമുള്ള വചനങ്ങളാണ് ഓരോ പുസ്തകങ്ങളിലും ദൈവം ആഴമായി ദൈവം തന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 7-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇതൊരു പ്രസംഗമാണ്. ഇത് ആര് പ്രസംഗിയാണ്? സ്റ്റേഫാനോസ് എന്ന ദൈവ മനുഷ്യൻ ആത്മാവിൽ നിറഞ്ഞ് എങ്ങനെ നിറഞ്ഞ് പ്രസംഗിയാണ്? ആത്മാവിൽ നിറഞ്ഞ് പ്രതികൂലത്തിലും പ്രശ്നത്തിലും തളർന്നു പോകാതെ കർത്താവിൻ്റെ വേലയ്ക്കായി വേർതിരിച്ചു. 7 പേരിൽ ഒരാളായിരുന്നു ആര്? സ്റ്റേഫാനോസ്. ആത്മാവും സാക്ഷ്യവുമുള്ള ദൈവകൃപയുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? സ്റ്റേഫാനോസ്. എങ്ങനെയുള്ള ആളായിരുന്നു? സാക്ഷ്യമുള്ള. 3-ാം വാക്യം വായിച്ച് 6:3 വായിച്ച് 6:3. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലയ്ക്കാക്കാം. അടുത്ത് 5-ാം വാക്യം വായിച്ച്. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. അപ്പം സ്റ്റേഫാനോസ് എങ്ങനെയുള്ള ആളായിരുന്നു? വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ. ഉണ്ടോ? നിറഞ്ഞ. ശ്രദ്ധിക്കുന്നുണ്ടോ? നിറഞ്ഞ. വെറുതെയാണോ? വചനം പറഞ്ഞുകൊടുന്നപ്പോൾ തന്നെ അവരുടെ പ്രശ്നത്തിൻ്റെ നടുവിലും മുഖം ദൂതൻ്റെ മുഖം പോലെ തോന്നാൻ കാരണം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്തൊരു നിറവോടെ വേണം എന്ത് ചെയ്യാൻ? ഇറങ്ങാനും പോകാനും എന്ത് ചെയ്താലും എങ്ങനെ ഇരിക്കണം? ഒരു നിറവോടെ. കരഞ്ഞുണ്ടെന്നല്ല, പിന്നെ നിറവോടെ. എന്തിൻ്റെ നിറവോടെ? നമ്മുടെ ആരോഗ്യത്തിൻ്റെ നിറവോടെ അല്ല, ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ, പക്ഷേ പരിശുദ്ധി ആത്മാവിൻ്റെ നിറവോടെ. അപ്പോൾ സ്റ്റേഫാനോസ് എങ്ങനെയായിരുന്നു? ഒന്നുകൂടെ വായിച്ച വാക്യം. ഇപ്പോൾ വായിച്ച വാക്യം. ഈ വാക്ക് കൂട്ടത്തിനൊക്കെ ബോധ്യമാണ്. അതല്ല, സ്റ്റേഫാനോസ് എങ്ങനെയായിരുന്നു? വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്. അങ്ങനെ 7 പേര്. അങ്ങോട്ട് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെയുള്ള 7 പേരിൽ ഒരാളാണ് ആര്? സ്റ്റേഫാനോസ്. ആ സ്റ്റേഫാനോസിൻ്റെ ആദ്യത്തെ പ്രസംഗമാണ് ഏത് പ്രസംഗം? ഇപ്പം നമ്മൾ വായിക്കാൻ ധ്യാനിക്കാൻ പോകുന്ന വചനത്തിലെ പ്രസംഗത്തിലെ വരികളാണ് ഇതിനകത്ത് ആഴമായി എഴുതിയിരിക്കുന്നത്. പ്രസംഗത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം.
ഇതിനു വേണ്ടി ദൈവ അഭിഷേകത്താൽ നിറച്ച് കർത്താവ് വേർതിരിച്ച് മാറ്റി നിർത്തി ആദ്യമായിട്ടുള്ള പ്രസംഗം, സ്തോത്രം, പ്രസംഗിച്ച പ്രസംഗമാണേത് ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന ഈ പ്രസംഗം. ഒറ്റ പ്രസംഗമേ ഈ മനുഷ്യൻ പ്രസംഗിച്ചുള്ളൂ. അതോടെ കല്ലെറിഞ്ഞു ഈ മനുഷ്യനെ കൊന്നു. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. പക്ഷേ പ്രസംഗം അത്രയും ദൈവത്തിന് ഡ്യൂട്ടി തികച്ച്, ഒറ്റ പ്രസംഗത്തിൽ വേല തികച്ച് എവിടെ പോയി? സ്വർഗത്തിൽ കയറിപ്പോയി. കാരണം സ്വർഗം തുറന്നിരുന്നു, ദൂതന്മാർ കണ്ടുകൊണ്ടിരുന്നു, യേശു കണ്ടുകൊണ്ടിരുന്നു, പിതാവ് കണ്ടുകൊണ്ടിരുന്നു. സ്വർഗത്തിൽ ഡോർ തുറന്നിരുന്നു. ജനം കല്ലെറിയുമ്പോൾ ജനം മുഴുവൻ പറയുന്നു, ഇവൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നു, ദൂതൻ്റെ മുഖം പോലെ. എല്ലാവരും കണ്ടു. ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളൂ. പക്ഷേ ഒന്നും മായം ചേർത്തില്ല, ഒന്നും കലർപ്പില്ല, ഒന്നും കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായിട്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന, ലോകത്തെ പ്രസാദിപ്പിക്കുന്ന ഒന്നും വന്നില്ല. പിന്നെയോ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന വന്നില്ല, ലോകത്തെ പ്രസാദിപ്പിക്കുന്ന വന്നില്ല, പിന്നെ ആരെയും പ്രസാദിപ്പിക്കുന്ന ഒന്നല്ല വന്നത്, പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രസംഗമാണ് ആരിലൂടെ വന്നത്? സ്റ്റേഫാനസിലൂടെ വന്നത്. സ്തോത്രം. മതി, ഒരുപാട് പ്രസംഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പ്രസംഗിച്ച അത്രയും വരിയും ആത്മാവിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് ദൈവം പറഞ്ഞു കൊടുത്തത് അതുപോലെ അക്കമിട്ട് നിരത്താൻ അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ച് പറയട്ടെ, എന്നെ നിങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് മനുഷ്യൻ പറയുന്നത് കേൾക്കാനല്ല, ലോകം പറയുന്നത് കേൾക്കാനല്ല, വേദപുസ്തകത്തിലൂടെ യേശു എന്ത് പറയുന്നു അത് വിളിച്ച് പറയാനാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. അത് വിളിച്ചറിയിക്കുന്നതിൽ ലജ്ജിക്കരുത്, അത് നാണക്കേട് തോന്നരുത്. നമുക്ക് ഒരു നാണക്കേട് തോന്നുന്നു, ഒരു ലജ്ജയും തോന്നരുത്. സ്തോത്രം. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിളിച്ച് പറയുന്നത് ഒരു അനുഗ്രഹമാണ്. ഏത് വല്ലാത്ത പാവികളാകുന്ന നമ്മുടെ നാവിൽ എൻ്റെ അപ്പൻ്റെ ശബ്ദം തന്നില്ലേ, അപ്പാന്ന് വിളിക്കാൻ ഒരു കൃപ തന്നില്ലേ, പുത്രത്വം തന്നില്ലേ, അവകാശം തന്നില്ലേ, സ്വർഗീയ പൗരത്വം തന്നില്ലേ, ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ചിരുത്തിയില്ലേ. ഹല്ലേലൂയ. നമ്മുടെ നന്മ കണ്ടിട്ടല്ല, നമ്മുടെ കഴിവോ മിടുക്കോ കണ്ടിട്ടല്ല, കൃപയാൽ കർത്താവ് ഏഴകളാകുന്ന പാവികളാകുന്ന നമ്മളോട് ദയ തോന്നിയില്ലേ. ആ ദയ തോന്നിയ യേശുവിനെ കുറിച്ച്, ഈ സർവശക്തനെ കുറിച്ച് എൻ്റെ വായ കൊണ്ട് കർത്താവിനെ വിളിച്ച് പറയുന്നതിൽ പരം ഭാഗ്യം. അങ്ങനെ വിളിച്ചു പറയാൻ നമ്മുടെ വായ ദൈവം കണ്ടല്ലോ സഹോദരങ്ങളെ. തൻ്റെ സ്വന്തം ജനത്തെ പോലും തിരഞ്ഞെടുക്കാതെ അന്യരും പരദേശിയും ഏതുമല്ലാത്ത നമ്മളെ എൻ്റെ അപ്പൻ്റെ രക്തത്താൽ കഴുകി നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് മരിച്ച്, സ്വത്രം സ്വന്തം അവകാശത്തിലേക്ക് വരേണ്ട ജനത്തിൻ്റെ വാതിലുകളെ അടച്ച് അവർ യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ആ വാതിൽ അടച്ചിട്ട് ആ സ്ഥാനത്തൊരു വാതിൽ തുറന്ന് ആർക്ക് വേണ്ടി? അന്യരും പരദേശിയും ഏതുമല്ലാതെ ദൂരെ കിടന്ന് നമ്മളെ സമീപസ്ഥരാക്കാൻ ഒരു ഡോർ തുറന്നതാണ് യേശുവിൻ്റെ ഡോർ. ഹല്ലേലൂയ. ആ പെട്ടകത്തിൽ കടന്നവരാണ് ഞാനും നിങ്ങളും. ആ യേശുവിൻ്റെ പെട്ടകത്തിനകത്ത് കടന്നവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ജീവിക്കുന്ന കാലം അത്രയും എൻ്റെ അപ്പനെ ഉയർത്താൻ കഴിഞ്ഞാൽ അതിൽ പരം ഭാഗ്യം ഒന്നുമേ ഇല്ല. ഹല്ലേലൂയ. അതിൽ പരം വേറെ ഒന്നും പറയാനില്ല. എല്ലായിടത്തും ദൈവം ചെയ്യും. കർത്താവ് ഒരു പൈതലിനെ കരം പിടിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരെ കാര്യം മുഴുവൻ ആര് നോക്കിക്കൊള്ളും? സ്തോത്രം. ആര് നോക്കും? യേശുപ്പച്ചൻ നോക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, പക്ഷികൾ, സങ്കീർത്തനം ഇന്നലെ നമ്മൾ സൂം മീറ്റിങ്ങിൽ ധ്യാനിച്ച സങ്കീർത്തനം എത്രയാ? 140 എത്ര ആക്കിയ 147. അതിനകത്ത് എഴുതിയിരിക്കുകയാണ് 147-ന്റെ സ്തോത്രം. അതിൽ വായിക്കുമ്പോൾ 147-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. നോക്കിയേ, 147-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ച് 147:9. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കും. കണ്ടോ? അങ്ങനെയെങ്കിൽ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം ദൈവത്തിന് കൊടുക്കാൻ അറിയാമെങ്കിൽ കർത്താവിൻ്റെ രൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് നമുക്കാണോ നടത്താത്തത്? നമ്മയാണോ നടത്താത്തത്? നമ്മെ പൂർണ്ണമായിട്ട് നടത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. മാറില്ലവൻ, എന്നെ മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ
താതൻ എൻ്റെ താതൻ. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മെ അന്ത്യം വരെയും പരിപാലിക്കാനും താങ്ങുവാനും കരുതുവാനും എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഒരിക്കലും തള്ളിക്കളയത്തില്ല. ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. എപ്പോഴും നമ്മളെ കൂടെ മുമ്പിൽ നടക്കുന്ന, നമുക്കെതിരെയുള്ള ശത്രു സൈന്യത്തെ ഉടയ്ക്കുന്ന, നമ്മുടെ അകത്ത് വസിക്കുന്ന, നമ്മുടെ മുമ്പിൽ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങി നടക്കുന്ന ഒരു ദൈവമാണ് ആര്? നമ്മുടെ കർത്താവ്. ഒന്നിനെക്കുറിച്ച് എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട. ആ യേശുപ്പനെ കണ്ടതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ജ്ഞാനമുള്ള സാക്ഷ്യമുള്ള പരിശുദ്ധാത്മാവ് നിറഞ്ഞ സ്റ്റേഫാനോസ് എൻ്റെ അപ്പൻ്റെ വചനത്തെ ഉയർത്തുവാൻ, അപ്പൻ്റെ വചനത്തെ ഉയർത്തുവാൻ, യേശുപ്പൻ്റെ വചനത്തെ ഉയർത്തുവാൻ, യേശുവിൻ്റെ വചനത്തെ ഉയർത്തുവാൻ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഇറങ്ങി തിരിച്ചു. അങ്ങനെ ആ വചനം പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ് 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ വായിച്ചേ. 20-ാം വാക്യം മുതൽ വായിച്ചേ. അതൊരു പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ഒരു ഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വായിച്ചേ. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അവന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്ത് തന്റെ മകനായി വളർത്തി. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും. മോശ എങ്ങനെ വളർന്നു? മിസ്രൈമ്യരുടെ സകല ജ്ഞാനത്തിലും ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. എന്തിന്റെ സാമർത്ഥ്യം? ഈ മിസ്രൈമ്യരുടെ ജ്ഞാനവും അവിടുത്തെ കഴിവും അവിടുത്തെ എല്ലാം അഭ്യസിച്ചു. മനസ്സിലായോ? സകല ജ്ഞാനവും അഭ്യസിപ്പിച്ചു. ആരുടെ? മിസ്രൈമ്യരുടെ. അവിടുത്തെ കഴിവെല്ലാം ഒരു നിറഞ്ഞ മനുഷ്യനാണ് ആര്? മോശ. ഈ ലോകത്തിൻ്റെ കഴിവ്, മിസ്രൈമ്യരുടെ കഴിവ് നിറഞ്ഞ ഒരാളിനെ ദൈവത്തിൻ്റെ കഴിവ് നിറയ്ക്കണമെങ്കിൽ എത്രമാത്രം തരിപ്പണമാക്കണം നോക്കി. ഹല്ലേലൂയ. എത്രമാത്രം പൊടിക്കണം, എത്രമാത്രം അയാളിലുള്ള ആ ജ്ഞാനത്തെ പൊടിച്ചാലേ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് ഇറക്കാൻ പറ്റൂ. ഹല്ലേലൂയ. അതിനുവേണ്ടി പൊടിക്കാൻ ദൈവം ഒരുക്കുക. സ്വത്രം പൊടിക്കാതെ ഒരു കാരണവശാലും ആ മനുഷ്യനിൽ ആരും നിറയത്തില്ല. കർത്താവ് നിറയത്തില്ല. നേരത്തെ വചന ശുശ്രൂഷയിൽ ശ്രദ്ധിച്ചതാണ്. എന്തോന്ന്? താഴ്മ വേണം. ഉള്ളവർക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കൂ. സ്വർഗത്തിൽ പോകണമെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ നമ്മൾ മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണണം. താഴ്മ വേണം. താഴ്മയില്ലാതെ മുമ്പിലോട്ട് പോയാൽ അവർ പോകുന്ന ഇടം കാര്യങ്ങളെല്ലാം നേരത്തെ വചനത്തിൽ നമ്മൾ കേൾക്കാനിടയെത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. പരസ്പരം താഴ്മയുള്ളവരായി മാറണം. ചിലപ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് പ്രശ്നം ഉണ്ടാകാൻ കാര്യം ചില സമയത്തിൽ ഭാര്യ താഴത്തില്ല, ചില സമയത്ത് ഭർത്താക്കന്മാരും താഴത്തില്ല. രണ്ടുപേരും ഒരുപോലെ കൊമ്പത്ത് നിൽക്കുമ്പോൾ അവിടെ അടിയും വെട്ടും കുത്തും കൊലപാതകവും നടക്കും. ചില മക്കൾ അമ്മ മക്കൾ താഴത്തില്ല. ആരും താഴ്ന്നു കൊടുക്കാൻ മനസ്സില്ല. എല്ലാവരും ഞാനാണെന്നുള്ള പാവം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ പൊളിച്ച് എല്ലായിടത്തും അതുവരെ പൊങ്ങി നിന്ന ഈ മനുഷ്യൻ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, ഈ മനുഷ്യൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഏതുമല്ല എന്ന് ഹൃദയത്തിനകത്തും പുറത്തും ഒരു താഴ്മയോടെ നിൽക്കുമ്പോഴാണ് ആ മനുഷ്യൻ ദൈവം ഉപയോഗിക്കാൻ. ദൈവം അങ്ങനെ പൊടിക്കും, മനുഷ്യനെ പൊടിക്കും. ദൈവം പൊളിക്കും. ഈ മോശ ഒന്നുകൂടെ വായിച്ച വാക്യം നിങ്ങൾ മറക്കരുതേ. ആ വാക്യം മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. 1 മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. 2 വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു. ഇതെല്ലാം ഇവിടുത്തെ സാമർത്ഥ്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഒരാൾ താഴാൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നല്ല കഴിവുള്ള ആൾ താഴാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മിടുക്കുള്ള ആൾ ഇത്തിരി താഴാൻ, ജ്ഞാനിയായ ആൾ ഇത്തിരി താഴാൻ. ലോകത്തിൽ ഭയങ്കര ജ്ഞാനമുള്ള ഒരാളുടെ അടുത്ത് പോയി നോക്കിയേ, അയാൾക്ക് യേശുവിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ താഴാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ദൈവം തൊട്ടാൽ അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യനത് അസാധ്യം, എന്നാൽ ഏത് ഒട്ടകത്തെയും സൂചിക്കുഴയിലൂടെ കടത്തിവിടാൻ ദൈവത്തിന് സാധ്യം. കണ്ടോ? ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാൻ, ആത്മാവിൽ സഞ്ചരിക്കുന്നവനാക്കാൻ, ആ സൂചിക്കുഴയ്ക്ക് അകത്തൂടെ കടത്തിവിടാൻ എൻ്റെ ദൈവം ഒരുക്കമാണ്. പക്ഷേ മോശയെക്കുറിച്ച് എൻ്റെ അപ്പന് ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരു ഉദ്ദേശമുണ്ട്. പക്ഷെ ഉദ്ദേശമുണ്ടെങ്കിലും ഇവൻ്റെ ജീവിതത്തിനകത്ത് അവൻ പഠിച്ചതും ഇവൻ നടന്നതും ഇവൻ്റെ വാക്കും ഇവൻ്റെ പ്രവൃത്തി എല്ലാം ആരുടേതായിരുന്നു? മിസ്രൈമ്യരുതായിരുന്നു. വായിച്ചേ ഒന്നുകൂടെ വരി. കണ്ടോ? മറക്കല്ലേ. വായിച്ചേ. മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അടുത്ത വരി. അവന് 40 വയസ്സ് തികയാറായപ്പോൾ ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാർ. അപ്പോൾ ഈ 40 വർഷം ഈ മോശ ഇപ്പൊ എവിടെയാണ്? കൊട്ടാരത്തിന്റെ
അകത്ത് അല്ലേ? ഈ മോശയുടെ ജനനമൊക്കെ അറിയാം. കുഞ്ഞ് ജനിച്ചു, സ്വത്രം, കുഞ്ഞെന്ത് ചെയ്തു? ജനിച്ചു. ജനിക്കും മുൻപേ ഈ മോശയുടെ ജനനം. പക്ഷേ മിസ്രൈമെ ദാസിമാരോട് പറയുമ്പോൾ നമുക്ക് എടുക്കാമോ പുറപ്പാട് പുസ്തക വചനം ധ്യാനിച്ചിട്ട് വേണം പോകാൻ. പുറപ്പാട് പുസ്തകം 1:15 മുതൽ വായിച്ചേ. എന്നാൽ മിസ്രൈം രാജാവ് ഷിപ്ര എന്നും പൂവ എന്നും പേരുള്ള എബ്രായ സൂതികർമ്മിണികളോട് എബ്രായ സ്ത്രീകളുടെ അടുക്കൽ നിങ്ങൾ സൂതികർമ്മത്തിന് ചെന്ന് അത് തന്നെയാണ് പ്രസവശൈലിയിൽ അവരെ കാണുമ്പോൾ കുട്ടി ആണാകുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ കൊല്ലുക. കണ്ടോ? അപ്പൊ ആൺമക്കളെല്ലാം കൊല്ലാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു ഈ മോശയുടെ ജനന സമയത്തായപ്പോൾ. അവിടെ ഭയങ്കര ഓർഡറാണ്. ഏത് ആൺമക്കൾ ജനിച്ചാലും കൊല്ലണം, വെച്ചിരിക്കല്ലേ. അടുത്ത വരി. പെണ്ണാകുന്നുവെങ്കിൽ ജീവനോട് ഇരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. അത് ജീവിച്ചോട്ടെ. അടുത്ത വരി. സൂതികർമ്മിണികളോ ദൈവത്തെ ഭയപ്പെട്ടു. അവർ ആരെ ഭയപ്പെട്ടു? ദൈവത്തെ ഭയപ്പെട്ടു. അടുത്ത വരി. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അപ്പോ ഇവിടെ കൽപ്പന കൊടുത്തത് കൊല്ലണമെന്ന്. പക്ഷെ ഇവര് ഭയപ്പെട്ടത് ഇവിടുത്തെ രാജാവിനെ അല്ല, പിന്നെ ആരെ? ദൈവം എന്ന രാജാവിനെ. ഇന്നത്തെ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇവിടുത്തെ മനുഷ്യനെ അല്ല ഭയപ്പെടേണ്ടത്, ഇവിടുത്തെ രാജാവിനെ, നേതാവിനെ അല്ല ഭയപ്പെടേണ്ടത്, ഇവിടുത്തെ സ്ഥാനമാനങ്ങൾ ഇരിക്കുന്ന വ്യക്തികളല്ല ഭയപ്പെടേണ്ടത്. പിന്നെയോ സകലത്തെ ഉരുവാക്കിയ സൃഷ്ടിച്ച സർവശക്തനാകുന്ന സൃഷ്ടാവാകുന്ന ദൈവത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭയപ്പെടേണ്ടത്. അപ്പോൾ ഈ സഹോദരിമാർ ആരെയാ ഭയപ്പെട്ടെ? ദൈവത്തെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ അവർക്ക് ഫറവോൻ രാജാവ് പറഞ്ഞ, അല്ലെങ്കിൽ രാജാവ് പറഞ്ഞത് അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അത് അവരനുസരിച്ചുമില്ല. അവരനുസരിച്ചത് സർവശക്തനാകുന്ന ദൈവം പറഞ്ഞതാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അനുസരിക്കുന്നത് ദൈവം പറയുന്നതാണോ അനുസരിക്കുന്നത്? അത് ലോകത്തിലുള്ള നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണോ പറയുന്നത് അനുസരിക്കുന്നത്? ചിന്തിച്ചു നോക്കിയേ. ആമേൻ. ലോകം പറയുന്നതാണ് അനുസരിക്കുന്നതെങ്കിൽ എൻ്റെ ദൈവത്തിന് നമ്മളിൽ പ്രസാദമില്ല. ദൈവത്തിന് പ്രസാദം വരണമോ? ദൈവം പറയുന്ന അനുസരിച്ചാൽ ദൈവത്തിന് എന്ത് വരും? പ്രസാദം വരും. അപ്പൊ വായിച്ചേ. അവർക്ക് ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രൈം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്യാതെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. ആൺകുഞ്ഞുങ്ങളെല്ലാം ജീവനോടെ എന്ത് ചെയ്തു? രക്ഷിച്ചു. അപ്പോൾ മിസ്രൈം രാജാവ് സൂതികർമ്മിണികളെ വരുത്തി ഇതെന്തോന്ന് പ്രവൃത്തി? നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. നിങ്ങൾ ആൺകുഞ്ഞുങ്ങളെ എന്തിനാണ് ജീവനോടെ രക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. അടുത്ത വരി. സൂതികർമ്മിണികൾ ഫറവോനോട് എബ്രായ സ്ത്രീകൾ, ശ്രദ്ധിച്ചു കേൾക്കണേ, സൂതികർമ്മികൾ പറഞ്ഞ വാക്കാണ്. എബ്രായ സ്ത്രീകൾ മിസ്രൈമെ സ്ത്രീകളെ പോലെ അല്ല, അതിന് വ്യത്യാസം ഉണ്ട്. അടുത്ത വരി. അവർ നല്ല തിറമുള്ളവർ. അവരെങ്ങനെയുള്ളവരാ? തിറവുള്ളവർ. എങ്ങനെയുള്ളവരാ? തിറവുള്ളവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെങ്ങനെയുള്ളവരാ? തിറവുള്ളവർ. എങ്ങനെയുള്ളവരാ? തിറവുള്ളവർ. മിസ്രൈം സ്ത്രീകളെ പോലെ അല്ല എബ്രായ സ്ത്രീകൾ. അവരെന്താ? എന്താണ് തിറവ്? അടുത്ത വരി വായിച്ച. സ്ത്രീകൾ മിസ്രൈമ സ്ത്രീകളെ പോലെയല്ല, അവർ നല്ല തിറമുള്ളവർ. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ. അപ്പൊ പ്രസവിക്കുമ്പോൾ ആൺകുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണം? കൊല്ലണം. പെൺകുഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യണം? കൊല്ലണ്ട. അപ്പൊ മോശാരാ? ആൺകുഞ്ഞ. പക്ഷെ കൊല്ലാനായിട്ട് ഇവിടത്തെ ഓർഡർ. പക്ഷെ ദൈവത്തെ ഇവര് ഭയപ്പെട്ടു. ഇവർ പറഞ്ഞു ഇവർ തിറവുള്ളവരാണ്. കണ്ടോ? ഇവരെ നന്മയെ കൊല്ലാൻ, അനുഗ്രഹത്തെ കൊല്ലാൻ നീ വാഗ്ദത്തം പ്രാപിച്ചിട്ടുണ്ടോ? ആ വാഗ്ദത്തം അനുഭവിച്ചിരിക്കും. ധൈര്യത്തോടെ പറ, വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ടോ? അത് അനുഭവിച്ചിരിക്കും. ഒരു പിശാചിനും അതിനെ അപകരിക്കാൻ പറ്റത്തില്ല. ധൈര്യത്തോടെ പറ. കാരണം എന്നെ വിളിച്ച ദൈവം വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശുവാക്കുമാറുകില്ല, യേശുവാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേലുയർന്നെന്നാലും ഉച്ചവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ തളരുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ പതറുകയില്ല. ഇല്ല, ഇല്ല, ഞാൻ തകരുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്, എൻ്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവർ
വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല, ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. യേശു വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. യേശു വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. യേശു വാക്കുമാറുകില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ വാക്ക് മാറത്തില്ല. മോശയെ വിളിച്ചത് ആരായിരുന്നു? ദൈവമായിരുന്നു. അങ്ങനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശുശ്രൂഷയൊക്കെ ഉള്ളവർക്ക് പ്രതിസന്ധികളൊക്കെ വരും. പക്ഷേ അവിടെ നിന്നുള്ള ദൈവം എന്ത് ചെയ്യും? അവരുടെ ശുശ്രൂഷ തികപ്പിക്കും. ദൈവം അങ്ങനെ ഉണ്ടാക്കി തികപ്പിക്കും, ചെയ്യിപ്പിക്കും. സ്തോത്രം, ചെയ്യിപ്പിക്കും. മോശെ കൊല്ലാൻ വേണ്ടി ഒരുപാട് പദ്ധതി ഉണ്ടായിരുന്നു. മരിച്ചെന്ന് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ലല്ലേ? എന്താ കാര്യം? ഇവനിലൂടെ ഒരു പദ്ധതി ദൈവത്തിന്. പക്ഷെ അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. പക്ഷെ പദ്ധതി നിറവേറ്റാൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു ദൈവത്തിൻ്റെ വേലയ്ക്ക് ഒരാളിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര പ്രശ്നം ജനനത്തിലേ ഉണ്ടാകും. ചിലപ്പോൾ അതിന് കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴായിരിക്കും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ മരിച്ചെന്ന് കേൾക്കും, പക്ഷെ മരിക്കത്തില്ല. മരിച്ചെന്ന് കേൾക്കും, പക്ഷെ എന്ത് ചെയ്യത്തില്ല? മരിക്കത്തില്ല. ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർമാർ പറയും, പക്ഷേ ഒന്നും നടക്കത്തില്ല. നമുക്ക് മനസ്സിലായോ? ജീവിത സ്തോത്രം, ദൈവത്തിന് മഹത്വം. കാരണം എന്നറിയാമോ? ദൈവത്തിന് ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവത്തിനൊന്ന് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ദൈവത്തിൻ്റെ പ്ലാനിനെ തകർക്കാൻ ഒരിക്കലും കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട്. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറിയിട്ടേ പോവും. ഒരിക്കലും അത് ഏറ്റെടുത്തവൻ കർത്താവിൻ്റെ കാല് വഴുതി പോകത്തില്ല, കൈയും തളരത്തില്ല. ആ കയ്യിൽ വെച്ചുകൊള്ളും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. വായിച്ച അടുത്ത വരി. സൂതികർമ്മിണികൾ അവരുടെ അടുക്കൽ എത്തും മുമ്പേ അവർ പ്രസവിച്ചു കഴിയുമെന്ന് പറഞ്ഞു. അടുത്ത വരി. അതുകൊണ്ട് ദൈവം സൂതികർമ്മികൾക്ക് നന്മ ചെയ്തു. ജനം വർദ്ധിച്ച് ഏറ്റവും ബലപ്പെട്ടു. സൂതികർമ്മിണികൾ മതി. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ കണ്ടോ? അപ്പോ കൊല്ലാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആര് രക്ഷപ്പെട്ടു? രക്ഷപ്പെട്ടു. അടുത്ത് ഇനി വായിച്ച് അപ്പോസ്തല പ്രവൃത്തി. അങ്ങനെ 40 വർഷം ഈ കുഞ്ഞെവിടെ വളർന്നു? ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത് മിസ്രൈമിൽ അവിടുത്തെ ജ്ഞാനവും അവിടുത്തെ കഴിവിൽ എന്ത് ചെയ്തു? വളർന്നു. വായിച്ചേ അടുത്ത വരി. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു പോയേ. മോശെ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു. വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. അവന് 40 വയസ്സ് തികയാറായപ്പോൾ. അപ്പോൾ എത്ര വർഷം അവിടെ താമസിച്ചു? 40 വർഷം തികയാറാകുന്നത് വരെ എവിടെ താമസിച്ചു? ഫറവോൻ്റെ കൊട്ടാരത്തിനകത്ത്. ഇപ്പോൾ അവൻ ദൈവമകനാണെങ്കിൽ പോലും അവൻ സ്വത്രം സത്യത്തിൽ ഇപ്പോൾ ഫറവോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി അവിടുത്തെ ഇതെല്ലാം പഠിച്ച് നൈപുണ്യം പ്രാപിച്ച് നിൽക്കുകയാണ്. എത്ര വയസ്സുണ്ട്? 40 വയസ്സ്. അടുത്ത വരി. ഇസ്രായേൽ മക്കളായ തന്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് മനസ്സിൽ തോന്നി. അപ്പോൾ തോന്നി, 40 വയസ്സ് തികയാറായപ്പോൾ തോന്നി, എനിക്കിനി സഹോദരങ്ങളാകുന്ന ഇസ്രായേൽ മക്കളെ ചെന്ന് ഒന്ന് കാണണം. അങ്ങനെ തോന്നി. അടുത്ത വരി. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട്. ശ്രദ്ധിച്ചേ, ഇവൻ സ്വന്തമായിട്ട് ഈ മനുഷ്യൻ സ്വന്തം കഴിവിൽ അങ്ങ് ആശ്രയിച്ചു. വിളിയൊക്കെ ഉണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ വിളിയുണ്ട്, പക്ഷെ സമയമായില്ല. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? വിളിയുണ്ട്, പക്ഷെ എന്തായില്ല? ദൈവം ഉദ്ദേശിച്ച സമയത്തില്ല. ദൈവം ഉദ്ദേശിച്ച സമയം എത്തുന്നത് എപ്പോഴാണ്? അടിമത്തത്തിനകത്ത് ദൈവം വിളിച്ച് അവരെ പുറത്തിറക്കാനുള്ള സമയമാകണം.
പക്ഷെ സമയമാകും മുമ്പേ മോശ കളിക്കളത്തിൽ ഇറങ്ങി. അത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇറങ്ങിയത്. കളി തോറ്റു. മനസ്സിലായോ? നമ്മൾ സ്വന്തം ഇഷ്ടത്തിൽ ഇറങ്ങിയ കളി. പക്ഷെ ദൈവത്തിൻ്റെ സമയത്തിന് ദൈവമാണ് കൊണ്ടുപോയതെങ്കിലോ നമ്മളല്ല. പിന്നെ ആര് ചെയ്യും? കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ യേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാ നീ മാത്രം എൻ ദൈവമേ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് വിളിച്ചിട്ടുള്ള മക്കളെ കർത്താവിനെ കാണാം, സമയം അറിയാം. സമയം നമ്മൾക്കറിയത്തില്ല, പക്ഷെ സമയം അറിയാമെന്നുള്ള ആ ദൈവത്തിന് ഒരിക്കലും തെറ്റും പറ്റത്തില്ല, മറവിയും വരത്തില്ല. നമ്മുടെ ദൈവത്തിന് മറക്കലും വരത്തില്ല, തെറ്റും പറ്റത്തില്ല. വായിച്ചേ. അവരിൽ ഒരുത്തൻ അന്യായം ഏൽക്കുന്നത് കണ്ടിട്ട് അവന് തുണനിന്നു കണ്ടോ, ചാടി ഇറങ്ങി മിസ്രൈമിനെ അടിച്ചു കൊന്നു. ഒറ്റ അടിയോടും കൂടെ അടിച്ച് തീർത്തു, അവനെ കൊന്നു. അടുത്ത വരി. പീഡിതന് വേണ്ടി പ്രതിക്രിയ ചെയ്തു. ദൈവം താൻ മുഖാന്തരം അവർക്ക് രക്ഷ നൽകുമെന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു. ഇവൻ വിചാരിച്ചു സഹോദരങ്ങൾ ഗ്രഹിക്കും. ഇവൻ അടിച്ചു കൊന്നപ്പോൾ ഇവരുമായിട്ടല്ലേ ഉടക്കൂടി. അവനെ ഇയാൾ അടിക്കാതെ ഇയാൾ അടിച്ചു കൊന്ന് രക്ഷപ്പെടുത്തിയപ്പോൾ ജനം മോശയെ വിശ്വസിക്കുമെന്നുള്ള തൻ്റെ സ്വന്തം ചിന്തയിൽ അങ്ങ് ഊന്നി. എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിനകത്ത് പഠിച്ച അടവ് ഇവിടെ പ്രയോഗിച്ചു. കൊട്ടാരത്തിനകത്ത് പഠിച്ച 40 വർഷം പഠിച്ച അടവ് ഇവിടെ പയറ്റി. സ്വർഗത്തിലൊരു മകനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം, കർത്താവ് ആത്മാവിൽ എന്താണോ ചെയ്യാനിഷ്ടം അതിലൂടെ വിടുതലുള്ളൂ. എൻ്റെ അടവിൽ പയറ്റിയാൽ പയറ്റ് തോക്കും. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? തോറ്റു. അടുത്ത വരി വായിച്ചേ. എങ്കിലും അവർ ഗ്രഹിച്ചില്ല. അടുത്ത പിറ്റന്നാൾ അവർ കലഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ അടുക്കൽ വന്നു, പുരുഷന്മാരെ, നിങ്ങൾ സഹോദരന്മാരല്ലോ, തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുവാൻ നോക്കി. പിറ്റേന്ന് വന്നു, സമാധാനപ്പെടുത്താൻ നോക്കി. അടുത്ത വരി. എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ അവനെ ഉന്തിക്കളഞ്ഞു. കണ്ടോ, വടിച്ചുവിട്ടു പോ. അടുത്ത വരി. നിന്നെ ഞങ്ങൾക്ക് അധികാരിയായും ഇതെല്ലാം ദൈവം നോട്ട് ചെയ്തു. ഇവൻ പറഞ്ഞ വരിയല്ല, നിന്നെ അധികാരി ന്യായകർത്താവും ആക്കിയത് ആരെന്ന് പറഞ്ഞില്ലേ ആൾക്കാരെ? അവർ പറഞ്ഞ വരി ആര് നോട്ട് ചെയ്തു? സ്വർഗം. അതാ പറഞ്ഞ ചില വരികൾ ദൈവ മക്കൾക്കെതിരെ പറയുന്ന, ദൈവ വിളിയുള്ള മക്കൾക്കെതിരെ മനുഷ്യൻ പറയുന്ന ചില വരികളെ ദൈവം അടിവരയിട്ട് നോട്ട് ചെയ്യും. നോട്ട് ചെയ്തിട്ട് വേറൊരു വാക്യത്തിലുണ്ട്, ജനം വായിച്ചേ. ഇപ്പോൾ ഉണ്ട്, വായിച്ചേ. ഇന്നലെ മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. അടുത്ത് ഈ വാക്ക് കേട്ടിട്ട് മോശ ഓടിപ്പോയി. മോശ എന്ത് ചെയ്തു? ഈ വാക്ക് കേട്ടു, ദൈവം നോട്ട് ചെയ്തു, മോശ അവിടെ നിന്ന് ഓടിപ്പോയി. അടുത്ത വരി. മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. പിന്നെ അങ്ങ് ഇവിടെ പോയി. ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? മിദ്യാൻ ദേശത്ത് നിന്ന് പാർത്തു. അവിടെ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. അവിടെ ഇതിന്റെ ചരിത്രമൊക്കെ പറയുന്നത്, അവിടെ പോയപ്പോൾ സ്തോത്രം വഴിവെക്കത്ത് വെച്ച് ഇത്രയുടെ മക്കളെ കണ്ടെന്നും അങ്ങനെ വിവാഹം നടന്നെന്നും അങ്ങനെ ഒരു ചരിത്രം അങ്ങോട്ടുണ്ട്. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. വായിച്ചേ. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷമായി. ഇപ്പൊ എത്ര വർഷമായി? അവിടെ നിറങ്ങിയിട്ട് എത്ര വർഷമായി? 40. അപ്പൊ ഇപ്പൊ ഈ മനുഷ്യന് എത്ര വയസ്സായി? 80. ആദ്യത്തെ 40 എവിടെ കിടന്നു? ഇപ്പം 40 വർഷം എവിടെ കിടന്നു? എവിടെയായിരുന്നു? എവിടെ ചെന്ന് പാർത്തു? വായിച്ചേ ഒന്നുകൂടെ. മിദ്യാനദേശത്ത് 40 വർഷം എവിടെ? കൊട്ടാരത്തിനകത്ത്. ആദ്യത്തെ 40 വയസ്സ് വരെ, അടുത്ത 41 മുതൽ 80 വയസ്സ് വരെ, പിറ്റേ 40 വർഷം എവിടെ? മിദ്യാനദേശത്ത് അല്ലേ? അപ്പോൾ എത്ര വയസ്സായി? 80 വയസ്സ്. 80 വയസ്സായപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മുൾപ്പടർപ്പിൽ ആരിറങ്ങി വന്നു? സമയമായപ്പോൾ. കണ്ടോ, സമയമായപ്പോൾ. അപ്പം എന്തുകൊണ്ടാണ് ഇവനെ അവിടെ നിന്ന് 40ാമത്തെ വർഷം പുറത്തിറക്കി ദൈവം അവിടെ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ, ക്ഷമ പഠിക്കാനുണ്ടായിരുന്നു. ആടുകളെ മേയ്ക്കുമ്പോൾ ആടുകളെ വളർത്തുമ്പോൾ അവിടെ ഇടയൻ ആരായി മാറും? ക്ഷമയുള്ളവനായി, താഴ്മയുള്ളവനായി,
നമ്മളെയൊക്കെ അങ്ങനെയാണ്. നമ്മളെയൊക്കെ ഓരോ പ്രശ്നത്തിനകത്തൂടെ കൊണ്ടുപോകുന്നത് എന്തിനറിയാമോ? നമ്മളെ മക്കളുടെ ചിലപ്പോൾ മക്കൾ അനുസരണക്കേട് കാണിക്കും. അവിടെയൊക്കെ നമ്മളെ പഠിപ്പിക്കും. കുടുംബത്തിനകത്ത് കുടുംബജീവിതം. അപ്പോൾ നമ്മൾ വിചാരിക്കും കുടുംബജീവിതമൊക്കെ അടിച്ച് പൊളിക്കണം, ക്രിസ്തുവിൽ സന്തോഷിച്ച് പോകണം. പക്ഷേ അവിടെ എല്ലാം ഓർത്തോളണം, എന്നെ പണിയുകയാണ്. ആരെപ്പോലെ പണിയുകയാണ്? യേശുവിനെ പോലെ. കുടുംബജീവിതത്തിനകത്ത് ഭാര്യ, ഭർത്തൃ, മക്കളെല്ലാം കാണും. പക്ഷെ അവിടെ നമുക്ക് അറിഞ്ഞൂടാത്തൊരു വിഷയം, പ്രശ്നം വരുമ്പോൾ എന്നെ കർത്താവിൻ്റെ കയ്യിലിരിക്കുകയാണ്, കർത്താവ് എന്നെ പണിയുകയാണ്. ആരെപ്പോലെ ആക്കാൻ. കണ്ടോ? അല്ല, വേറൊന്നുമല്ല, പണിതുകൊണ്ടിരിക്കുകയാണ്. പണിതുകൊണ്ടിരിക്കുമ്പോൾ വേദന വരും, കുടുംബത്തിനകത്ത് വേദന വരും. എന്നതിനർത്ഥം ചിലപ്പോൾ നിന്ന് കേൾക്കേണ്ടി, പരിഹാസം കേൾക്കേണ്ടി, വായിലിരിക്കുന്ന പലതും കേൾക്കേണ്ടി, പ്രതികരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ, ചിലപ്പോൾ ഒറ്റപ്പെടൽ സംഭവിക്കേണ്ടി. എന്തിനാ ഒറ്റപ്പെടുത്തുന്നത്? എന്നെ നിന്നെ പൊട്ടിച്ച് മുട്ടുമടക്കിയാൽ. സ്തോത്രം. മോശെ കണ്ടോ? 40 വർഷം അവിടെ നടിയും കൂടിയിട്ട് 40 വർഷം ആടുകളെ മേച്ചു. ആടുകളെ ക്ഷമയുള്ളവർക്ക് മേയ്ക്കാൻ പറ്റൂ, ക്ഷമയില്ലാത്തവരെ ആടിനെ മേയ്ക്കാൻ പറ്റത്തില്ല. ആട് ഇങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് പോകും. 100 ആടല്ലെങ്കിൽ 1000 ആടുണ്ടെങ്കിൽ എല്ലാത്തിനും കയറൊന്നുമില്ല, അടിച്ചങ്ങോട്ടിരിക്കുകയല്ലേ. ഇതുങ്ങളെല്ലാം വല്ല കേൾക്കുമോ പറഞ്ഞാൽ? ഒന്ന് നഷ്ടപ്പെടാനും ഒന്നിനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ 99 അങ്ങോട്ട് പോകും. 1000 ഉണ്ടെന്നിരിക്കട്ടെ, 1000 ആടുണ്ടെന്നിരിക്കട്ടെ, നിറഞ്ഞു പോകുന്നിരിക്കട്ടെ, ഇയാൾ 1000 എണ്ണം ഉണ്ടോ ഒന്ന് നോക്കണം. ഒന്നും പോകാനും പാടില്ല, ഒന്നും തെറ്റാനും പാടില്ല. ഇയാൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ 5 എണ്ണം കാണൂല, പിന്നെ തിരിച്ചുകൊണ്ട്. അപ്പോൾ എത്രമാത്രം ക്ഷമ വേണം, സഹനം വേണം. തിരിച്ചുകൊണ്ട് മറ്റേ 5 എണ്ണം കാണത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ എത്രമാത്രം ക്ഷമിച്ചും ദീർഘക്ഷമ പഠിപ്പിച്ചു ദൈവം. 40 വർഷം പൊട്ടിച്ച് ഒതുക്കി. എന്തിനു വേണ്ടി? അപ്പന് വസിക്കാൻ. ആരകത്ത് വസിക്കാൻ? മോശയുടെ അകത്ത് വസിക്കാൻ. എന്നിട്ട് കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോകാൻ, എന്നിട്ട് ചെണ്ടും കടലിനെ 2 ആക്കാൻ, എന്നിട്ട് പാറ അടിക്കാൻ, എന്നിട്ട് കൽപ്പന കൈമാറാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കൽപ്പന കൈമാറണമെങ്കിൽ മോശേ നീ ഒരു 40 വർഷം എവിടെ പോകണം? കർത്താവിൻ്റെ കൽപ്പന കൈമാറിയത് ആർക്കാ? മോശയ്ക്ക. ഇവിടെ സ്വർഗത്തിലെ ദൂത് നിനക്ക് കൈമാറണമെങ്കിൽ, അതുവരെ ആർക്കും വെളിപ്പെടാത്ത ദൂത് മോശയ്ക്ക് കൈമാറണമെങ്കിൽ, ഇവിടെ നീ 40 വർഷം പൊളിയണം, താഴണം. ചിലപ്പോൾ ഭാര്യയുടെ മുമ്പിൽ താഴേണ്ടി വരും, മക്കളുടെ മുമ്പിൽ ക്ഷമയോടെ നിൽക്കേണ്ടി വരും, നാട്ടുകാരുടെ മുമ്പിൽ ക്ഷമയോടെ നിൽക്കേണ്ടി വരും. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണോ? ഞാനെന്നുള്ള ഭാവം പൊട്ടേണ്ടി വരും. പൊട്ടിക്കാൻ നിന്റെ മുമ്പിൽ 40 ആണ്ട് നിന്റെ ജ്ഞാനത്തെ, നിന്റെ കഴിവിനെ, നിന്റെ മിടുക്കിനെ, നിന്റെ സാമർത്ഥ്യത്തെ, നിന്റെ ബലത്തെ പൊളിക്കാൻ എൻ്റെ ദൈവം മോശയെ തൊട്ട 40 വർഷം എവൻ്റെ ജ്ഞാനം ആടുകളുടെ മുമ്പിൽ പോവോ? അവിടെ അടിക്കാൻ യുദ്ധം അഭ്യസിച്ചിട്ടുണ്ട്. ഈ ആടിനെ അഭ്യസിപ്പിക്കാൻ പറ്റുമോ? അവിടെ അതാണ്. ഇവിടെ കൊണ്ടുപോയി ദൈവം പൊട്ടിച്ചു. യവൻ്റെ അഭ്യാസത്തെ എല്ലാം പൊളിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൊളിച്ച് അവനെ പൊളിച്ചു. ഇപ്പം അവൻ യേശുവിനെ കാണാൻ പാകത്തിലാകുന്നവരെ ദൈവം വെളിപ്പെട്ടില്ല. പാകത്തിലായപ്പോൾ മുൾപ്പടർപ്പ് എന്ത് കണ്ടു? നിനക്ക് എത്ര കാലം വെളിപ്പെടുന്നുണ്ട്. ഇവനെ പാകപ്പെടുത്താൻ എൻ്റെ ദൈവം അടുത്തൊരു 40 വർഷം കൂടെ. ഇവനെ എടുത്തു ചാടി ഒന്നും നടന്നില്ല. പക്ഷെ പാകപ്പെടുത്താൻ ഈ മനുഷ്യനെ പാകപ്പെടുത്തി ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റാൻ എൻ്റെ ദൈവം ആടുകളുടെ കൂടെ സഞ്ചരിക്കുമാറാക്കി. അയാളുടെ സാമർത്ഥ്യം, അയാളുടെ വാക്ചാതുര്യം, അയാളുടെ കഴിവ്, അയാളുടെ മിടുക്കുകളെല്ലാം എന്ത് ചെയ്തു? ദൈവം പൊളിച്ചടുക്കി. അടുത്തവർ വായിച്ചേ. സീനായി മലയുടെ മരുഭൂമിയിൽ അങ്ങനെ നിന്നപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അടുത്തവര് മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. അടുത്തവര് സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും സൂക്ഷിച്ചു നോക്കുവാൻ. എങ്ങനെ നോക്കി? അപ്പനെ കാണണം. എങ്ങനെ നോക്കണം? സൂക്ഷിച്ചു നോക്കുവാൻ. അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി. എന്തോന്നാ പറഞ്ഞ? ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. കർത്താവ് പറഞ്ഞു, ഞാൻ ആരെന്നറിയാമോടാ? കണ്ടോ? നോക്കാനുള്ള ദാഹം കേൾക്കുമാറാക്കി. സ്തോത്രം. കണ്ടോ? സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ അപ്പൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ആരാണ്? ഞാനാണ് ദൈവം.
ഞാനാണ് ദൈവം. കണ്ടോ, ഒരാൾ സൂക്ഷിച്ച് നോക്കാൻ നിൽക്കുമ്പോഴാണ് ദൈവത്തെ വെളിപ്പെടുന്നത്. സൂക്ഷിച്ച് നോക്കി എന്നത് ഇങ്ങനെ നോക്കിയതാണോ? അല്ല, സൂക്ഷിച്ച് നോക്കി. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കി ആരെ കാണാം? അതിനകത്ത് യേശുവിനെ കാണാം. അല്ലേ, സൂക്ഷിച്ച് നോക്കണം. എന്നാൽ ഇവിടുത്തെ ചിന്തകളെല്ലാം വിടണം. എൻ്റെ പഠിപ്പ്, എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ്, എൻ്റെ ഈ വചനത്തിൽ ഒരുപാട് പേര് ഒരേ ഭാഗം പ്രസംഗിച്ച് ഒരുപാട് ദൂതൻ്റെ അകത്ത് കിടപ്പുണ്ടായിരിക്കും. ഇതെല്ലാം പൊളിയണം. പൊളിയുമ്പോൾ ലൈവായിട്ടുള്ള എനിക്ക് വെളിപ്പെടാനുള്ള ദൈവം എന്ത് ചെയ്യും? വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. വായിച്ചെടുത്ത വരി. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. അത് കേട്ടപ്പോൾ മോശ അതുവരെയുള്ള ഇതെല്ലാം പോയി. വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ ചെരുപ്പ് ഊരിക്കളക. മിസ്രൈമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ 100 ആടല്ലെങ്കിൽ 1000 ആടണെങ്കിൽ എല്ലാത്തിനും കയറൊന്നുമില്ല, അടിച്ചങ്ങോട്ടിരിക്കുകയല്ലേ. ഇതുങ്ങളെല്ലാം വല്ല കേൾക്കുമോ? പറഞ്ഞ ഒന്ന് നഷ്ടപ്പെടാനും ഒന്നിന് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ 99 അങ്ങോട്ട് പോകും. 1000 ഉണ്ടെന്നിരിക്കട്ടെ, 1000 ആടുണ്ടെന്നിരിക്കട്ടെ, നിറഞ്ഞു പോകുന്നിരിക്കട്ടെ. ഇയാൾ 1000 എണ്ണം ഉണ്ടോ ഒന്ന് നോക്കണം. ഒന്നും പോകാനും പാടില്ല, ഒന്നും തെറ്റാനും പാടില്ല. ഇയാൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ 5 എണ്ണം കാണൂല, പിന്നെ തിരിച്ചുകൊണ്ട്. അപ്പോൾ എത്രമാത്രം ക്ഷമ വേണം, സഹനം വേണം. തിരിച്ചുകൊണ്ട് മറ്റേ 5 എണ്ണം കാണത്തില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. അപ്പോൾ എത്രമാത്രം ക്ഷമിച്ചും ദീർഘക്ഷമ പഠിപ്പിച്ചു ദൈവം. 40 വർഷം പൊളിച്ച് പൊട്ടിച്ച് ഒതുക്കി. എന്തിനു വേണ്ടി? അപ്പന് വസിക്കാൻ. ആരകത്ത് വസിക്കാൻ? മോശയുടെ അകത്ത് വസിക്കാൻ. എന്നിട്ട് കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോകാൻ, എന്നിട്ട് ചെണ്ടും കടലിനെ 2 ആക്കാൻ, എന്നിട്ട് പാറ അടിക്കാൻ, എന്നിട്ട് കൽപ്പന കൈമാറാൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കൽപ്പന കൈമാറണമെങ്കിൽ മോശേ നീ ഒരു 40 വർഷം എവിടെ പോകണം? കർത്താവിൻ്റെ കൽപ്പന കൈമാറിയത് ആർക്കാ? മോശയ്ക്കാ. ഇവിടെ സ്വർഗത്തിലെ ദൂത് നിനക്ക് കൈമാറണമെങ്കിൽ, അതുവരെ ആർക്കും വെളിപ്പെടാത്ത ദൂത് മോശയ്ക്ക് കൈമാറണമെങ്കിൽ, നീ 40 വർഷം പൊട്ടണം, പൊളിയണം, താഴണം. ചിലപ്പോൾ ഭാര്യയുടെ മുമ്പിൽ താഴേണ്ടി വരും, മക്കളുടെ മുമ്പിൽ ക്ഷമയോടെ നിൽക്കേണ്ടി വരും, നാട്ടുകാരുടെ മുമ്പിൽ ക്ഷമയോടെ നിൽക്കേണ്ടി വരും. ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കണോ? ഞാനെന്നുള്ള ഭാവം പൊട്ടേണ്ടി വരും. പൊട്ടിക്കാൻ നിന്റെ മുമ്പിൽ 40 ആണ്ട് നിന്റെ ജ്ഞാനത്തെ, നിന്റെ കഴിവിനെ, നിന്റെ മിടുക്കിനെ, നിന്റെ സാമർത്ഥ്യത്തെ, നിന്റെ ബലത്തെ പൊളിക്കാൻ എൻ്റെ ദൈവം മോശയെ തൊട്ട 40 വർഷം എവൻ്റെ ജ്ഞാനം ആടുകളുടെ മുമ്പിൽ പോവോ? അവിടെ അടിക്കുക, യുദ്ധം അഭ്യസിച്ചിട്ടുണ്ട്. ഈ ആടിനെ അഭ്യസിപ്പിക്കാൻ പറ്റുമോ? അവിടെ അതാണ്. ഇവിടെ കൊണ്ടുപോയി ദൈവം പൊട്ടിച്ചു. യവൻ്റെ അഭ്യാസത്തെ എല്ലാം പൊളിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പൊളിച്ച് അവനിലുള്ള അവനെ പൊളിച്ചു. ഇപ്പം അവൻ യേശുവിനെ കാണാൻ പാകത്തിലാകുന്നവരെ ദൈവം വെളിപ്പെടില്ല. പാകത്തിലായപ്പോൾ മുൾപ്പടർപ്പ് എന്ത് കണ്ടു? നിനത്ത് എത്ര കാലം വെളിപ്പെടുന്നുണ്ട്. ഇവനെ പാകപ്പെടുത്താൻ എൻ്റെ ദൈവം അടുത്തൊരു 40 വർഷം കൂടെ. ഇവനെ എടുത്തു ചാടി ഒന്നും നടന്നില്ല, പക്ഷെ പാകപ്പെടുത്താൻ ഈ മനുഷ്യനെ പാകപ്പെടുത്തി ഒരു ദൈവ മനുഷ്യനാക്കി മാറ്റാൻ എൻ്റെ ദൈവം ആടുകളുടെ കൂടെ സഞ്ചരിക്കുമാറാക്കി. അയാളുടെ സാമർത്ഥ്യം, അയാളുടെ വാക്ചാതുര്യം, അയാളുടെ കഴിവ്, അയാളുടെ മിടുക്കുകളെല്ലാം എന്ത് ചെയ്തു? ദൈവം പൊളിച്ചടുക്കി. അടുത്തവർ വായിച്ചേ. സീനായി മലയുടെ മരുഭൂമിയിൽ അങ്ങനെ നിന്നപ്പോൾ സീനായി മലയുടെ മരുഭൂമിയിൽ ദൈവദൂതൻ മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അടുത്തവര് മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു. അടുത്തവര് സൂക്ഷിച്ചു നോക്കുവാൻ അടുത്തു ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും സൂക്ഷിച്ചു നോക്കുവാൻ. എങ്ങനെ നോക്കി? അപ്പനെ കാണണം. എങ്ങനെ നോക്കണം? സൂക്ഷിച്ചു നോക്കുവാൻ. അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി. എന്തോന്നാ പറഞ്ഞ? ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടു. കർത്താവ് പറഞ്ഞു, ഞാൻ ആരെന്നറിയാമോടാ? കണ്ടോ, നോക്കാനുള്ള ദാഹം ആ കേൾക്കുമാറാക്കി. സ്തോത്രം. കണ്ടോ, സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ അപ്പൻ പറഞ്ഞു കൊടുത്തു, ഞാൻ ആരാണ്? ഞാനാണ് ദൈവം. കണ്ടോ, ഒരാൾ സൂക്ഷിച്ചു നോക്കാൻ നിൽക്കുമ്പോഴാണ് ദൈവത്തെ വെളിപ്പെടുന്നത്. സൂക്ഷിച്ചു നോക്കി എന്നത് ഇങ്ങനെ നോക്കിയതാണോ? അല്ല, സൂക്ഷിച്ച് നോക്കി. നമ്മൾ ഈ വേദപുസ്തകം വായിക്കുമ്പോൾ സൂക്ഷിച്ചു നോക്കി ആരെ കാണാം? അതിനകത്ത് യേശുവിനെ കാണാം. അല്ലേ, സൂക്ഷിച്ചു നോക്കണം. എന്നാൽ ഇവിടുത്തെ ചിന്തകളെല്ലാം വിടണം. എൻ്റെ പഠിപ്പ്, എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ്, എൻ്റെ ഈ വചനത്തിൽ ഒരുപാട് പേര് ഒരേ ഭാഗം പ്രസംഗിച്ച് ഒരുപാട് ദൂതൻ്റെ അകത്ത് കിടപ്പുണ്ടായിരിക്കും.
ഇതെല്ലാം പൊളിയണം. പൊളിയുമ്പോൾ ലൈവായിട്ടുള്ള എനിക്ക് വെളിപ്പെടാനുള്ള ദൈവം എന്ത് ചെയ്യും? വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. വായിച്ചെടുത്ത വരി. മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. അത് കേട്ടപ്പോൾ മോശ അതുവരെയുള്ള ഇതെല്ലാം പോയി. വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ ചെരുപ്പ് ഊരിക്കളക. മിസ്രൈമിൽ എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു അവരുടെ ഞെരുക്കവും കേട്ടു അവരെ വിടിയിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. നീ നിന്നെ അധികാരിയായും ന്യായകർത്താവും. ശ്രദ്ധിക്കണേ, നേരത്തെ അവരെന്തോന്നാ പറഞ്ഞത്? അടി കൊടുത്തപ്പോ പുറപ്പാട് പുസ്തകത്തിലുണ്ട്, ഇതിലുമുണ്ട്. അടി കൊടുത്തപ്പോൾ എന്തോന്നാ പറഞ്ഞേ? ന്യായകർത്താവാക്കി വെച്ചത് ആര്? ഇപ്പം നോക്കിക്കേ, ഇപ്പം അത് തന്നെ തിരിച്ച് കണ്ടോ? കർത്താവ് ആ വരി എന്ത് ചെയ്തു? നോട്ട് ചെയ്തു. ഞാൻ പറഞ്ഞോ, തുടങ്ങിയപ്പോഴേ പറഞ്ഞില്ലേ, ആ വരി, ഇവർ പറഞ്ഞ വരിയെ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്തു? ഇവരറിഞ്ഞില്ല, പക്ഷെ സ്വർഗത്തിലെ ദൈവം ആ പറഞ്ഞ വരിയെ എൻ്റെ ദൈവം നോട്ട് ചെയ്ത് വെച്ചു. വായിച്ചേ. നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം കണ്ടോ? അവര് തള്ളിക്കളഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. 14 ആക്കി. 2:14 വായിച്ച. പുറപ്പാട് 2:14. പുറപ്പാട് 2:14. ഇവിടെ വന്ന വരിയാണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. പുറപ്പാട് 2:14 വായിച്ച. അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയവൻ ആർ? മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഈ വരി ഇവിടെ പറഞ്ഞപ്പോൾ ആര് നോട്ട് ചെയ്തു? ദൈവ വിളിയുള്ള ഒരു ദൈവ ഭക്തനെ പറയുമ്പോൾ ഇത് മനുഷ്യരാരും നോട്ട് ചെയ്തില്ലെങ്കിൽ നോട്ട് ചെയ്യേണ്ടവൻ എന്ത് ചെയ്യും? നോട്ട് ചെയ്തിരിക്കും. നോട്ട് ചെയ്യേണ്ടവൻ, നോക്കേണ്ടവൻ, മനസ്സിലാക്കേണ്ട ദൈവം മറക്കുകയുമില്ല. എത്ര കാലമായാലും മറക്കത്തില്ല. നോട്ട് ചെയ്ത വരി അതുപോലെ കോട്ട് ചെയ്തു. കണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അർത്ഥം? നമ്മൾ ഇന്നുവരെയും കർത്താവിൻ്റെ വിളി കേട്ടിറങ്ങി പൈതലേ, പലയിടത്തും പല സ്ഥലങ്ങളിലും പല വാക്കുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ നോട്ട് ചെയ്യുന്ന ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട് ചെയ്തിട്ടുണ്ട്. തക്ക സമയമാകുമ്പോൾ നോട്ട് ചെയ്ത വാക്ക് കോട്ടി പറയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നോട്ട് ചെയ്ത വാക്ക് കോട്ട് ചെയ്ത് പ്രസംഗിപ്പിക്കുന്ന ഒരു ദൈവം. വായിച്ചേ അടുത്ത. ഇനി അപ്പോസ്തല പ്രവൃത്തി. അവൻ മിസ്രൈമിലും ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ നടത്തിക്കൊണ്ടുവന്നു. ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരുമെന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ സീനായി മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും. കണ്ടോ? മരുഭൂമിയിൽ ഒരു സഭയുണ്ടായിരുന്നു മോശയ്ക്ക്. കണ്ടോ? മോശയ്ക്കുള്ള സഭ അറിയണമെങ്കിൽ പുതിയ നിയമം വായിക്കണം, എങ്കിലേ മോശയ്ക്കുള്ള സഭ അറിയാൻ പറ്റൂ. മരുഭൂമിയിൽ എന്തുണ്ടായിരുന്നു? മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? വരണ്ട സ്ഥലമാണ് മരുഭൂമി. മരുഭൂമിയിൽ എന്തുണ്ടായിരുന്നു? ഒന്നുകൂടെ വായിച്ചേ. മരുഭൂമിയിലെ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ. മരുഭൂമിയിലെ സഭ. കണ്ടോ? മരുഭൂമിയിൽ എന്തുണ്ടായിരുന്നു മോശയ്ക്ക്? ഇത് പഴയ നിയമത്തിലില്ല, പക്ഷെ എവിടെ ഉണ്ട്? വായിച്ചേ. ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവൻ അവൻ തന്നെ. ഏതരുളപ്പാട് ലഭിച്ചു? ജീവനുള്ള. പക്ഷെ അത് പ്രാപിക്കണമെങ്കിൽ അവനെ പൊളിക്കണമായിരുന്നു. പൊളിക്കാൻ വേണ്ടി യവൻ്റെ ചിന്തകളെ, ജീവിതങ്ങളെ സകലതും പൊളിക്കാൻ വേണ്ടി ഇവനെ പല സ്ഥലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ മോശയെ കടത്തിവിട്ട് പൊടിച്ച് കർത്താവിന് ഇണക്കിയ പാത്രമാക്കി, ഒരു മുത്താക്കി, കൃപയുള്ളവനാക്കി, അഭിഷേകമുള്ളവനാക്കി മാറ്റണമെങ്കിൽ സ്തോത്രം, ദീർഘക്ഷമ പഠിപ്പിച്ച്, താഴ്വ പഠിപ്പിച്ച്, എളിമ പഠിപ്പിച്ച് സ്തോത്രം കൊണ്ടുവരണമെങ്കിൽ എൻ്റെ ദൈവത്തിന് കുറച്ച് സ്ഥലത്തിലൂടെ കൊണ്ടുപോകണമായിരുന്നു, പൊട്ടിക്കണമായിരുന്നു, പൊളിക്കണമായിരുന്നു, പ്രശ്നം ഏൽക്കണമായിരുന്നു, പ്രതിസന്ധിയിലൂടെ പോകണമായിരുന്നു, ചിലരിൽ നിന്ന് അവൻ ഒളിച്ചോടണമായിരുന്നു, ചില സ്ഥലത്തൂടെ വനങ്ങളിലൂടെ, കാടുകളിലൂടെ, മേടുകളിലൂടെ ആടുകളെ മേയിച്ച് സഞ്ചരിക്കണമായിരുന്നു. മറ്റുള്ളവർ പറയുമ്പോൾ കേൾക്കാത്തത്
പറഞ്ഞതുപോലെ നിൽക്കണമായിരുന്നു. എൻ്റെ ദൈവം പഠിപ്പിച്ചു, ക്ഷമ പഠിപ്പിച്ചു, താഴ്മ പഠിപ്പിച്ചു, താഴാൻ പഠിപ്പിച്ചു. തൻ്റെ കഴിവുകൾ മരിച്ചു, തൻ്റെ ജ്ഞാനം മരിച്ചു, തൻ്റെ മിടുക്ക് മരിച്ചു, തൻ്റെ കഴിവുകളെല്ലാം മരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ മോശെ എൻ്റെ അപ്പൻ അങ്ങ് വിളിച്ചു കേട്ടോ. മോശെ വിളിച്ച് വേർതിരിച്ചു. മോശയ്ക്ക് ഇറങ്ങി വന്നു, മോശയോട് സംസാരിച്ചു. മോനെ മോശെ, മോനെ മോശെ, മോനെ മോശെ, ഓ ഹല്ലേലൂയ. നിന്നെ എവിടെ നിന്ന് പുറത്താക്കുമ്പോൾ നിന്നോട് ചോദിച്ചില്ലേ, നിന്നെ അധികാരി ന്യായകർത്താവ് ആക്കി വെച്ചതാരെന്ന് ചോദിച്ചില്ലേ? ഞാൻ അതേ സ്ഥാനത്ത് നിന്നെ ഇത് അയക്കാൻ പോകുന്നു. ഇപ്പോഴല്ല, നിന്നെ പൊട്ടിച്ച് നിന്നെ ഞാൻ നിറഞ്ഞിട്ട് അവിടെ പോകാൻ പോകുന്നു. പോകുമ്പോൾ സ്തോത്രം, അതേ വരി അവിടെ നടക്കാൻ പോകുന്നു. നീ ഒരു ന്യായകർത്താവായി എൻ്റെ അരുളപ്പാടുകൾ പറവോന്റെ കൊട്ടാരത്തിനകത്ത് എന്ന് പറയുവാ ഞാൻ നിന്നെ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് എത്രവർക്ക് വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല സ്നേഹിതരെ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നിന്നോടാണ് ഈ ആലോചന. ഹല്ലേലൂയ. നമ്മളോടാണ് ഈ ആലോചന. നിന്റെ ദൈവത്തിൻ്റെ പദ്ധതിയെ ദൈവം ചെയ്തിരിക്കും. സമയമാകുമ്പോൾ എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അത് സഭാപ്രസംഗി 3:1 പറയുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയത്തെ നമ്മൾ മറന്നാൽ ദൈവം മറക്കത്തില്ല. ദൈവം ആ സമയത്ത് നമ്മളെ നിർത്തും, ചെയ്യേണ്ടത് ചെയ്യും. നമ്മളിലൂടെ എന്താണോ ദൈവത്തിൻ്റെ ഉദ്ദേശം അത് ദൈവം ചെയ്യും. അത് ദൈവം മറക്കുന്നവനല്ല, ദൈവം മാറുന്നവനല്ല, ദൈവം കൈവിടുന്നവനല്ല, ദൈവം ഉപേക്ഷിക്കുന്നവനല്ല. ദൈവം കൂടെ ഇരിക്കുന്ന ദൈവം മാത്രമേ. ആ ദൈവം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യൻ തന്നെ. ആ ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്, ഇമ്മാനുവേലായി കൂടെയുണ്ട്. അടുത്ത വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിച്ചേ. നമ്മുടെ പിതാക്കന്മാർ എന്തോന്നു പ്രസംഗമാണ്, സഞ്ചരിക്കാം. ഇവിടെ പറയുന്നു, അവിടെ വിട്ടു വന്നെങ്കിൽ ഹൃദയം കൊണ്ട് എവിടെ പോയി? അഹരോന്റെ കയ്യിൽ ഉളിയും ഉണ്ടായിരുന്നു. വിഗ്രഹമെല്ലാം വിട്ടു വന്ന അഹരോന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? കാളക്കുട്ടി ഉണ്ടാക്കാനുള്ള ഉളിയും ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉളിയൊന്നും വിട്ടില്ല. സംഭവം തക്കം കിട്ടിയപ്പോൾ ഉളി കയ്യിലെടുത്തു. കണ്ടോ? എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ പാവം അകത്ത് കിടക്കും, അല്ലെങ്കിൽ വാദിക്കൽ പാവം, പഴയ നിയമത്തിൽ വാദിക്കൽ പാവം കിടക്കും. അവസരം കിട്ടിയാൽ അത് കയ്യിൽ എടുക്കും. എല്ലാം തെറ്റ് ചെയ്ത് എല്ലാം കഴിയുമ്പോഴാണ് അയ്യോ അവസരം. കണ്ടോ? അവസരം അത് കീഴടക്കി കളയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇപ്പോൾ വായിച്ച വാക്യം ഒന്ന് വായിച്ചേ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞിട്ട് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. പഴയ സ്വഭാവത്തിലേക്ക് അവരുടെ ഹൃദയം കൊണ്ട് പിന്തിരിഞ്ഞു. കണ്ടോ? പണ്ടത്തതിലേക്ക്, കഴിഞ്ഞതിലേക്ക്. നമ്മൾ സത്യവചനത്തിലേക്ക് വന്ന ഇനി എവിടെ പോരുത്. സത്യം തിരിച്ചറിഞ്ഞ, ഞാൻ എപ്പോഴും പറയുന്നൊരു വരിക, സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ മനുഷ്യനെ നോക്കരുത്. ഇവിടെ സ്തുതികർമ്മിണികൾ ആരെ നോക്കിയേ? പറ, സ്തുതികർമ്മികൾ ആരെ നോക്കിയേ? മനുഷ്യനെ നോക്കിയോ ദൈവത്തെ നോക്കിയോ? എന്തുകൊണ്ട് ദൈവത്തെ നോക്കാൻ കാരണം നമുക്ക് ദൈവത്തെയാണ് പേടിക്കേണ്ടത്. ഇന്ന് അനേകർക്ക് ആരെയാ പേടി? മനുഷ്യനെയാണ് പേടി. അവരെന്ത് പറയും, അവർ കണ്ടാൽ എന്ത് പറയും? നാണക്കേടാകോ? നാണക്കേടൊന്നും ആകത്തില്ല. വേദപുസ്തകം ചങ്കോട് ചേർത്ത് വെച്ച് പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെട്ടു. അവരും കൂടെ അറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. അവരും കൂടെ അറിയട്ടെ. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, സ്നാനപ്പെടാത്തവരോട് അവർ പറഞ്ഞതുപോലെ ചങ്കോട് ചേർത്ത് വെച്ചിട്ട് പറയണം, ഞാൻ സത്യം അറിഞ്ഞു, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ചങ്കത്ത് ചേർത്ത് പിടിച്ചിട്ട് പറയണം, ഞാൻ സത്യം അറിഞ്ഞു, അതാ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ കണ്ണ് കാഴ്ചയില്ലായിരുന്നു, ഞാൻ കണ്ടു സത്യദൈവമാണെന്ന്. എനിക്ക് തന്ന ഭാഗ്യമാണ്. ഇനി ഈ യേശുവിനെ വിട്ട് ഞാൻ ഒരിടത്തും വരത്തില്ല. ഞാൻ ഇറങ്ങി തന്നെ ഞാൻ സ്നാനപ്പെട്ട് യേശുവിനായി സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഇറങ്ങി. നിങ്ങൾക്കും ഈ വചനം എന്താണെന്ന് കേൾക്കണോ? വാ എൻ്റെ കൂടെ എന്ന് പറയാനൊരു ചങ്കുറ്റം നമുക്കുണ്ടെങ്കിൽ ശത്രുവിനെ നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. ഇവിടെ നോക്കിയേ, മറ്റൊരു ഉളിയും കൊണ്ടാ അന്നേ ഒന്നിട്ട് വായിച്ച വരി. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. അഹരോനോട് ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ, നോക്കിയേ, അഹരോനോട് പറഞ്ഞു, ഞങ്ങൾക്ക് മുമ്പായി നടപ്പാൻ ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. മോശേനെയാണ് കാണാത്തത്, പക്ഷെ ഇവർ ചോദിച്ചാരെ? ദൈവങ്ങളെ. അടുത്ത് ഇനി മോശ ഉണ്ടാക്കിയത്, അഹരോൻ ഉണ്ടാക്കിയതാരാ? സത്യത്തിൽ അവിടെ ഉണ്ടാക്കേണ്ടി ഇരുന്നതാരായിരിക്കും? മോശയല്ലേ കാണാത്തത്. അപ്പോൾ മോശയെ പോലൊരു രൂപമായിരിക്കാം ഒരു പക്ഷേ അതൊന്നും വന്നില്ല. ഉണ്ടാക്കി എന്തോന്നാ? അതാ പറഞ്ഞേ, വായിച്ചേ. ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന ആ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലെന്ന് പറഞ്ഞു. അടുത്ത് അന്നേരം അവർ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ ബിംബത്തിന് ബലി കഴിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ബിംബത്തിന്
ബലി കഴിച്ചു. തങ്ങളുടെ കൈപ്പണിയിൽ തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചുകൊണ്ടിരുന്നു. ഉല്ലസിച്ചുകൊണ്ട് ഇരുന്നു. കണ്ടോ, തങ്ങളുടെ കൈപ്പണിയിൽ ഉല്ലസിച്ചു. കണ്ടോ, പള്ളിക്കകത്ത് വന്നാൽ നമ്മളെ ഹൃദയം എവിടെ പോകാൻ പാടില്ല. സത്യം തിരിച്ചറിഞ്ഞാൽ ആ സത്യത്തിൽ കർത്താവിൻ്റെ വരവ് വരെ അപ്പൻ്റെ അടുക്കൽ കയറി പോകുമ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്തുതികർമ്മിണികൾ ആരെയാ പേടിച്ചത്? ദൈവത്തെ പേടിച്ചു. ആരെ പേടിച്ചു? ദൈവത്തെ പേടിച്ചു. ദൈവത്തെ ഭയപ്പെട്ടു. മനുഷ്യനെ പേടിക്കാതെ ദൈവത്തെ പേടിച്ചിട്ട് അവർ പാപം ചെയ്തില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതങ്ങളെ, നമ്മൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയതായിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു കലർപ്പും ഒരു മായവും പാടില്ല. പേടിയില്ലാതെ അവസരം കിട്ടുമ്പോൾ നമ്മളടുത്ത് ആര് വന്ന് സുവിശേഷം കേട്ടാലും പറയണം, കഴിഞ്ഞ നാളിൽ ഞാൻ അന്ധയായിരുന്നു, കഴിഞ്ഞ നാളിൽ ഞാൻ ചെക്കിടയായിരുന്നു, കഴിഞ്ഞ നാളിൽ എനിക്ക് ദൈവമായിട്ടുള്ള പരിജ്ഞാനമില്ലായിരുന്നു, പക്ഷേ എനിക്ക് സത്യവചനം എനിക്ക് വെളിപ്പെട്ടു. അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരുന്നു ശത്രു. എൻ്റെ മനസ്സും കുരുടായിരുന്നു, പക്ഷേ ഇന്ന് എനിക്ക് കാണാം. കഴിഞ്ഞ നാളിൽ കാഴ്ചയില്ലായിരുന്നു, ഇന്ന് ഞാൻ യേശുവിനെ കണ്ടു, ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ യേശുവിനെ വിട്ട് മാറിപ്പോകുന്ന പരിപാടിയില്ല. ആ യേശുവിലേക്കാണ് ഞാനെന്ന് എത്രവർക്ക് പറയാൻ കഴിയും സഹോദരങ്ങളെ. ഇന്ന് ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഈ മോശയെ പണിയണമെങ്കിൽ എൻ്റെ ദൈവത്തിന് ചിലയിടത്തൂടെ കൊണ്ടുപോകേണ്ടി വന്നു. പണിത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഈ മോശ ആരെന്ന് അറിയാമോ? പുറപ്പാട് പുസ്തകം അതിൻ്റെ 33 അധ്യായം വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം എടുത്ത് അതുകൂടെ ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. പുറപ്പാട് പുസ്തകം 33 അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് 12 മുതൽ വായിച്ച്, പുറപ്പാട് പുസ്തകം 33 അധ്യായം 12 വാക്യം മുതൽ കണ്ടോ, സകലതും വിട്ടിറങ്ങിയ മോശ, ദൈവത്തിനായിട്ട് ഇറങ്ങിയ മോശ, മുൾപ്പറപ്പിൽ വെച്ച് പിടിക്കപ്പെട്ട മോശ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ദൈവത്തിൻ്റെ ഹിതങ്ങൾ ചെയ്തുകൊണ്ട്, ദൈവം കൊടുത്ത വേലകൾ തികച്ചുകൊണ്ട്, ഓരോ സമയത്ത് അപ്പൻ്റെ മഹിമയ്ക്കായി ആ മനുഷ്യൻ മാറി. ലോകത്തിൻ്റെ ജ്ഞാനം പൊട്ടി. അവൻ നേടിയ പരിജ്ഞാനം, പറവോൻ്റെ കൊട്ടാരത്തിനകത്ത് കിടന്ന് നേടിയ ജ്ഞാനവും സാമർത്ഥ്യം എല്ലാം പൊട്ടി. ഇപ്പോൾ അയാൾ നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്. അയാളെ ദൈവം സീനായി മലയുടെ മുകളിൽ കൊണ്ടുപോയി 40 പകലും 40 രാത്രിയും വരുത്തി കൽപ്പലക ജീവന്റെ വചനം ആ മനുഷ്യന്റെ മേൽ കൈമാറി പൊളിച്ചടുക്കി. എൻ്റെ അപ്പൻ അവനെ മുകളിലേക്ക് കൊണ്ടുപോയി ആത്മാവിനാൽ നിറച്ചു. ദൈവത്തിൻ്റെ വചനവും ചെയ്തു കൈമാറി. ഈ കൽപ്പന ജീവന്റെ വചനം നമുക്ക് തരാൻ ഈ മോശയാത്രയെ കൊണ്ടുപോയ സഹോദരങ്ങളെ, അതിന് സ്ഥലത്തൂടെ പോകേണ്ടി വന്നു. ചിലയിടത്തൂടെ കൊണ്ടുവന്ന് പൊളിച്ചു. തന്നിലുള്ള ഞാനെന്ന ഭാവങ്ങളും നമ്മളിലുള്ള അഹങ്കാരങ്ങളും പകകളും പിണക്കങ്ങളും ജീവിതത്തിനകത്ത് എന്തെല്ലാം അശുദ്ധി ഉണ്ടോ ഇതെല്ലാം പൊളിച്ചിട്ട് എൻ്റെ അപ്പൻ നിറയൂ, എൻ്റെ അപ്പൻ നിറയണം. നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിലൂടെ ദൈവത്തിന് എന്ത് ഉദ്ദേശമുണ്ടോ അത് ദൈവം ചെയ്യും. മോശയെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ മോശയുടെ ജീവിതത്തിനകത്ത് ഭയങ്കര മാറ്റം വന്നു. പിന്നെ അയാൾ ആള് മാറിയതുപോലെയായി. വായിച്ചേ, പുറപ്പാട് പുസ്തകം 33:12 മുതൽ യഹോവ മോശയോട് പറഞ്ഞത് എന്തെന്നാൽ, മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. ആരെ എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിട്ട് ചലിക്കാൻ പറ്റാത്ത ആളായി മാറി മോശ. കഴിഞ്ഞ നാളുകളിൽ അങ്ങുഞ്ഞു ഓടുമായിരുന്നു. ഇപ്പം എങ്ങനെ? ദൈവത്തെ വിട്ട് ചലിക്കാൻ പറ്റാത്ത, മാറാൻ പറ്റാത്ത, ഒരിടത്തും പോകാൻ പറ്റാത്ത ഒരാളായി മോശ മാറി. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ക്രിസ്തുവിൽ തന്നെ ഇരിക്കുന്ന, ക്രിസ്തുവിൽ നടക്കുന്ന, ക്രിസ്തുവിൻ്റെ കൃപയിൽ ജീവിക്കുന്ന, ആത്മാവിൻ്റെ നിറവുള്ള യേശപ്പാ, അങ്ങ് പറഞ്ഞാൽ എനിക്ക് എന്തിനു പറ്റൂ? അങ്ങയുടെ ഹിതമല്ല എനിക്കൊന്നും വേണ്ട, അങ്ങയുടെ ഇഷ്ടം മാത്രം എന്നിൽ മതി. ആ ചിന്ത എന്നിലും നിങ്ങളിലും വരണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ മരിക്കണം. നേരത്തെ കേട്ടപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവദാസൻ പറഞ്ഞപ്പോഴും നമ്മൾ കേട്ട വചനം ഇത് തന്നെയാണ്. കണ്ടോ, ഹല്ലേലൂയ. പരസ്പരം അറിഞ്ഞിട്ടല്ല ഈ പ്രസംഗം വരുന്നത്. ആത്മാവിനെ അറിയാം ഏത് വരണമെന്ന്, ആത്മാവിനെ അറിയാം ഇവിടെ എന്ത് വരണമെന്ന്, ആത്മാവിന് കാര്യങ്ങളെല്ലാം അറിയാം. എനിക്കറിയത്തില്ലെങ്കിലും ആത്മാവിനെ എല്ലാം അറിയാം. ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, മോശ ജീവിതത്തിനകത്ത് മാറി. മോശയുടെ ജീവിതത്തിനകത്ത് മൊത്തം മാറി. അന്ന് തൻ്റെ ഇഷ്ടപ്രകാരം ഒരുവനെ കൊന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് തൻ്റെ നോട്ടവും തൻ്റെ ഓട്ടവും തൻ്റെ അധ്വാനവും യേശു പറയുന്ന അനുസരിച്ച് ഇപ്പം മോശയോട് ദൈവം പറഞ്ഞു, പോകാൻ പറഞ്ഞു. മോശ പറഞ്ഞു, ഇല്ല, മോശയ്ക്ക് പോകാൻ പറ്റത്തില്ല. ദൈവമില്ലാതെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരാളായി, കെട്ടപ്പെട്ട ഒരു കരുതയായി, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി, ദൈവമായിട്ടുള്ള ബന്ധം നിറഞ്ഞവനായി, കർത്താവിൽ നിന്ന് അകലാൻ പറ്റാതെ, ഒരു കുഞ്ഞ് അകലാൻ പറ്റാതെ കരയും പോലെ, ഒരു കുഞ്ഞിനെ അകറ്റാൻ പറ്റത്തില്ല അമ്മയുടെ അടുക്കൽ നിന്ന്. ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്, മാറില്ല, കാണാതിരിക്കാൻ പറ്റത്തില്ല, അകറ്റാൻ പറ്റത്തില്ല. അകലണമെങ്കിൽ മറ്റൊരു സ്നേഹം കിട്ടണം. മറ്റൊരു സ്നേഹം കിട്ടിയാലേ അകലത്തുള്ളൂ. ചില പാപം വിട്ട് അകലണമെങ്കിൽ മറ്റൊരു സ്നേഹം കിട്ടണം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായി? ഹല്ലേലൂയ. അകലാൻ പറ്റത്തില്ല. അമ്മയോട് സ്നേഹമുള്ള മക്കൾക്ക് അമ്മയിൽ നിന്ന് അകലാൻ പറ്റത്തില്ല. അമ്മയിൽ നിന്ന് അകലുന്നത് വിവാഹമാകുമ്പോഴാണ്. കാരണം മറ്റൊരു സ്നേഹം കിട്ടുമ്പോൾ അവിടെ അമ്മയിൽ നിന്ന് അകലുകയല്ല, ആ കണ്ണീരും ആ ദുഃഖവും എന്ത് ചെയ്യും? മാറും. ദൈവത്തിന് മറ്റൊരു സ്നേഹം കിട്ടുമ്പോൾ നമുക്കറിയാം.
വേദപുസ്തകത്തിനകത്ത്, പഴയ നിയമത്തിനകത്തുണ്ട്. ഇസഹാക്കിൻ്റെ അമ്മ എന്ത് ചെയ്തു? മരിച്ചു. അബ്രഹാമിൻ്റെ ഭാര്യ സാറായി മരിച്ചതിൻ്റെ വേദന കൊണ്ട് സ്തോത്രം ആര് നടന്നു? ഇസഹാക്ക്. അവിടെ എഴുതിയിരിക്കുന്നു, ഇസഹാക്ക് വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ്റെ വേദന മാറി. വാക്യം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? വേദന മാറി. ഞാൻ പറഞ്ഞു വരുന്ന ആഴം വേറെയാണ്. ദൈവത്തിന് സ്തോത്രം. വേദന മാറി. നമ്മുടെയൊക്കെ വിവാഹമാകുമ്പോൾ അമ്മയോട് ഒത്തിരി ഇഷ്ടമുള്ള പെൺമക്കളുണ്ട്. സ്തോത്രം. അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല, അമ്മയെ കാണാതിരിക്കാൻ പറ്റത്തില്ല, അമ്മയുടെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. അയ്യോ എന്തെന്നറിയത്തില്ല, എന്തൊന്നില്ലാത്ത എത്ര 18 വയസ്സായ കല്യാണം കഴിച്ചാലും 20 ആയാലും എത്ര വയസ്സായാലും അമ്മയോട് പറ്റി നിൽക്കുന്ന കുഞ്ഞിനെ അത് ഭയങ്കര വേദനയായിട്ട് മാറും. വരാൻ പറ്റത്തില്ല. സ്വസ്ഥത പോകും. പൊട്ടിക്കരഞ്ഞ് തകർന്ന് തരിപ്പണമാകും. അമ്മയുമായിട്ടുള്ള ബന്ധമാണ്, വേറെ ഒന്നുമല്ല. അമ്മയായിട്ടുള്ള ബന്ധം പെട്ടെന്ന് പൊട്ടിച്ച് പുറത്ത് വരാൻ പറ്റത്തില്ല. സ്തോത്രം. പക്ഷെ പൊട്ടിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സ്നേഹത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ അല്പം അവിടെ ഒരു ഇളവ് വരും. ഈ ലോകത്തിൻ്റെ സകല സ്നേഹത്തിൽ നിന്ന് അകലണമെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മൾ ബന്ധിക്കപ്പെട്ടാലേ ഇവിടുത്തെ സകല സ്നേഹങ്ങളും ഒന്നൊന്നായിട്ട് പോകത്തില്ലെന്നല്ല, കാണത്തില്ലെന്നല്ല, സംസാരിക്കത്തില്ലെന്നല്ല, മറ്റെല്ലാത്തിനേക്കാളും അധികമായിട്ടുള്ള സ്നേഹം യേശുവിലോട്ട് വരണമെങ്കിൽ ഇവിടെ ഉള്ള കണ്ണികളെല്ലാം നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെടുന്ന എനിക്കറിയത്തില്ല. സ്തോത്രം. ദൈവത്തിന് മഹത്വം. മറ്റൊരാളുടെ സ്നേഹം കിട്ടുമ്പോൾ, പഴയ സ്നേഹം നമ്മളെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ, മറ്റൊരാളിലൂടെയുള്ള സ്നേഹം നമ്മളെ അകത്ത് വരുമ്പോൾ, നമുക്ക് അവിടെ നിന്ന് പതുക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ അല്പം ആ വേദനയില്ല. സ്നേഹമുണ്ട്, വേദനയില്ല. ഒരു എന്ന് വെച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് വരും മറ്റൊരു സ്നേഹത്തിലേക്ക്. അതുപോലെ ഈ ലോകത്തിൻ്റെ സകല വ്യാപാരങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞാലേ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യേശുവായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഇതാ മോശ നോക്കിയേ. മോശ ദൈവത്തോട് അടുത്തു. മിസ്രൈമിൻ്റെ എല്ലാ കെട്ടുകളും മോശയിൽ നിന്ന് മാറി. അവൻ്റെ കഴിവും ജ്ഞാനമെല്ലാം പൊട്ടി. ഇപ്പോൾ സ്നേഹവും ബന്ധവും കൂട്ടായ്മയും ആരാധനയും ബഹുമാനവും യേശുവിനോടായി. അയാളുടെ ബന്ധം മുഴുവൻ യേശുവിനോടായി. അയാൾ പറഞ്ഞു, അങ്ങ് വിട്ടെങ്ങും പോകയില്ല ഞാൻ, യേശുവെ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങിൽ ചേർന്നെന്നും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. മോശ പറഞ്ഞു, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ പോരുന്നില്ലെങ്കിൽ ഞാനതുമില്ലായേ, ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, യേശു അല്ലാതെ എനിക്കാരുമില്ലായേ, നിൻ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞാനൊന്നുമില്ലായേ, നീ കൂടെ പോരുന്നില്ല എനിക്കാരുമില്ലായേ, ആരുമില്ലായേ, എനിക്കാരുമില്ലായേ, ഡാഡി അല്ലാതെ എനിക്കാരുമില്ലായേ. ഫറവോനും പുത്രിയുടെയും ബന്ധങ്ങളെല്ലാം മോശയിൽ നിന്ന് പൊളിച്ചു. അവിടെ നിന്ന് ജ്ഞാനം പൊളിച്ചു, അവിടെ നിന്ന് വാക്സാമർത്ഥ്യം പൊളിച്ചു, അവിടെ നിന്ന് സകലതും പൊളിച്ചു. ഇപ്പോൾ അവൻ ഇത്രയോടെ ആടുകൾ മേച്ചു. അവിടുത്തെ ബന്ധങ്ങളെല്ലാം എന്തൊക്കെ ടച്ചുണ്ടോ അകറ്റി എല്ലാം കൊണ്ടുപോകുന്നല്ല, ക്രിസ്തുവിലോട്ട് അടുപ്പിക്കേണ്ടത് വേണം. എവിടെയെല്ലാം പാപത്തിൻ്റെ കോട്ടുകൾ പൊളിക്കാനുണ്ടോ എല്ലാം പൊളിച്ചു. എവിടെയൊക്കെയാണോ ഇത്രയോട് സംസാരിച്ചതോ കല്യാണം കഴിച്ചതോ അല്ല പാപമെന്ന് ഞാൻ പറഞ്ഞത്. എവിടെയെല്ലാം മോശയുടെ ജീവിതത്തിൽ നമുക്കറിയത്തില്ലല്ലോ, എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പൊളിച്ചു കൊണ്ടുവന്ന് അപ്പച്ചൻ നിറഞ്ഞപ്പോൾ മോശ പറയുന്നു, നീയില്ലാതെ ഞാൻ പോകത്തില്ല. കണ്ടോ, ഈ ഒരാളായി ഞാൻ നിങ്ങൾ മാറണം. ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇതായേ തീരൂ. ഈ അന്ത്യനാഴി ഇതാകണം. ഒന്നുകൂടെ വായിച്ചേ. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചു. എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ എന്ത് ചെയ്യണം? അറിയിക്കണം. നിന്റെ വഴി എന്നെ അറിയിക്കണം. അടുത്ത് നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. നിന്നെ അങ്ങനെ അറിയണം എനിക്ക്. കണ്ടോ, ഇതിപ്പം ആള് മാറിയണ്ടോ? ഇല്ല, കെട്ടുകൾ പൊട്ടിയണ്ടോ? ഇപ്പം ബന്ധം ആരോടായി? എന്നെ നിങ്ങളെ റൂട്ടിതാ നമ്മൾ പൊടിച്ച് ഇതുപോലെ ആക്കും. ഒരു ദിവസം മാറാൻ പറ്റാത്ത, ഞാൻ പറയുന്നത് ഇപ്പോഴേ അങ്ങ് നമ്മളാകട്ടെ.
മാറാൻ പറ്റാത്ത, ആർക്കും തകർക്കാൻ പറ്റാത്ത, ആർക്കും മാറ്റിവിടാൻ പറ്റാത്ത ഒരനുഭവം മോശയുടെ ജീവിതത്തിൽ വന്ന് വായിച്ചേ. ഈ ജാതി നിന്റെ ജനം എന്ന് ഓർക്കണമേ. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അടുത്ത് അവനോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഇപ്പൊ എന്താ പറഞ്ഞേ? അപ്പാ, നീ എന്നെ അയക്കരുത്, അങ്ങില്ലെങ്കിൽ എന്നെ വിടരുത്. ഇപ്പം ഫറവോനില്ല, ഫറവോൻ്റെ പുത്രിയില്ല, അവിടെ ഉള്ള ആരുമില്ല, തൻ്റെ ആരുമില്ല, തൻ്റെ ഭാര്യയോ മക്കളോ അവരെ കാര്യം ഒന്നും പറയുന്നില്ല. ഇപ്പം മോശയും ദൈവവും അടുത്തു. ഇന്നതിനകത്ത് ഞാൻ പറയട്ടെ, ഞാൻ നിർത്താൻ പോകുകയാണ്. ഈ ഒരു ബന്ധം നമുക്ക് വരട്ടെ. അപ്പാ, അങ്ങില്ലാതെ, അങ്ങയോടൊപ്പം അല്ലാതെ എനിക്കൊരു ജീവിതമില്ല. ഞാൻ ജീവിച്ചാൽ ഇവിടെ കിടക്കുന്നത് റോമർക്ക് ലേഖനം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 14:8. ജീവിച്ചാൽ ഞാൻ യേശുവിനായി, മരിച്ചാൽ ഞാൻ യേശുവിനായി. ജീവിച്ചാലും മരിച്ചാലും വായിച്ചേ. ജീവിക്കുന്നു എങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. മതി. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ആദ്യത്തെ 40 വർഷം, രണ്ടാമത്തെ 40 വർഷം, മൂന്നാമത്തെ 40 വർഷം, മൂന്നാമത്തെ 40 വർഷം ദൈവം. ആദ്യത്തെ 40 വർഷം മോശ ഒരുപാട് ജ്ഞാനം പഠിച്ചു, അറിവ് പഠിച്ചു. രണ്ടാമത്തെ 40 വർഷം പൊട്ടിച്ചു, ഇളക്കി, കലക്കി, മറിച്ചു. 80-ാമത്തെ വയസ്സിൽ ദൈവം തൊട്ടു. അടുത്ത 40 വർഷം അപ്പനില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരാളാക്കി അപ്പനോട് കൂടെ നടന്നു. ഞാൻ പറയട്ടെ, നമുക്കും അപ്പനോട് കൂടെ നടന്ന് ആ സാന്നിധ്യമില്ലാതെ, ആ കൃപയില്ലാതെ, നിൻ കൃപയില്ലാതെ, നിൻ ശക്തിയല്ലാതെ, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ കൃപയല്ലാതെ, നിൻ ശക്തിയല്ലാതെ, നിൻ കൃപയല്ലാതെ, നിൻ ശക്തിയല്ലാതെ, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. പഠിക്കേ. നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. നിൻ കൃപയല്ലാതെ, നിൻ ശക്തിയല്ലാതെ, നിൻ സാന്നിധ്യമല്ലാതെ വേറൊന്നും വേണ്ടപ്പാ. അപ്പനോട് പറഞ്ഞപ്പാ,